everybody, this is Miss Saj. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ടോപ്പിക് 7 optimization that comes under the unit discrete structures and optimization. Actually, this topic is completely related with linear programming problems. അതായത് ഇനിക്വാളിറ്റി വരുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസിന് അഡ്രസ്സ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഓപ്റ്റിമൈസേഷൻ. കഴിഞ്ഞൊരു 3-4 വർഷത്തെ ട്രെൻഡ് എടുത്താലും അറ്റ്ലീസ്റ്റ് 1 or 2 questions, അറ്റ്ലീസ്റ്റ് 1 question ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ നിന്ന് കാണാറുണ്ട്. മോസ്റ്റ്ലി അതിൻ്റെ സൊല്യൂഷൻ സൈഡിൽ നിന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു പോർഷൻ നമ്മൾ ഇന്നിവിടെ കവർ ചെയ്യുന്നതായിരിക്കും. ദാറ്റ് ഈസ് ലീനിയർ പ്രോഗ്രാമിംഗ്, മാത്തമാറ്റിക്കൽ മോഡൽ, ഗ്രാഫിക്കൽ സൊല്യൂഷൻ, സിംപ്ലക്സ് മോഡൽ, ഡ്യൂപ്ലെക്സ് മോഡൽ, പിന്നെ അതിൻ്റെ സെൻസിറ്റീവ് അനാലിസിസ്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ലാസ്റ്റ് 2 പേപ്പേഴ്സ് അനാലിസിസ്. അതിൽ കാണാം ഈ ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ആ ഒരു സൊല്യൂഷൻ മെത്തേഡ് ഉണ്ടല്ലോ, സിംപ്ലക്സ് ആൻഡ് ഡുവൽ സിംപ്ലക്സ് മെത്തേഡ്സ്, അതിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻസ് വെച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓൾസോ ഗ്രാഫിക്കൽ സൊല്യൂഷൻ, ദാറ്റ് ഈസ് ഒരു ക്വസ്റ്റ്യൻ തന്നു, അതിനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ഗ്രാഫിക്കൽ സൊല്യൂഷനായിരുന്നു. അതിൻ്റെ ബേസിസിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ജൂൺ 2019 ഇൻറ്റിജർ പ്രോഗ്രാമിംഗ്, ദാറ്റ് ഈസ് നത്തിങ്, ഒരു ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇറ്റ്സ് സോ സിമ്പിൾ ദാറ്റ് വി ഹാവൻ ഇൻക്ലൂഡഡ് ഇറ്റ് ഇൻ ദിസ് ചാപ്റ്റർ. അതായത് ഡയറക്റ്റായിട്ട് ഒരു സിഗ്മോയിഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണുക, അതിൻ്റെ ഓപ്ഷൻസ് തന്നിട്ട് കറക്റ്റായിട്ടുള്ളത് ചൂസ് ചെയ്യുക, അത് മാത്രമായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ദ ചാപ്റ്റർ. ഫസ്റ്റ് നമുക്ക് എന്താണ് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് നോക്കാം. ലീനിയർ പ്രോഗ്രാമിംഗ് എന്താണ്? നമുക്ക് 2-3 വേരിയബിൾസ് വെച്ചിട്ട് ഒരു പ്രോബ്ലത്തിനെ ലീനിയർലി റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റിയാൽ ദാറ്റ് ഈസ് ലീനിയർ പ്രോഗ്രാമിംഗ്, റൈറ്റ്? ഇതൊരു ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കാണ് ഫോർ എ സിസ്റ്റം ഓഫ് ലീനിയർ കൺസ്ട്രെയിൻസ് ആൻഡ് എ ലീനിയർ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അതെന്താണ്? ദാറ്റ് ഈസ് എക്സ് ആൻഡ് വൈ, അങ്ങനെ 2 വേരിയബിൾസ് ഉണ്ടെങ്കിൽ അത് രണ്ടിൻ്റെയും ബേസിസിൽ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു സച്ച് ദാറ്റ് ദ കൺസ്ട്രെയിൻസ് ആർ സാറ്റിസ്ഫൈഡ്. കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻസ്. അപ്പോൾ എക്സ് ആൻഡ് വൈ വേരിയബിൾസിൻ്റെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടാവും, ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഇതാണ് ഇതിൻ്റെ മെയിൻ ഡെഫിനിഷൻ എന്ന് പറയാം. ജസ്റ്റ് ലുക്ക് അറ്റ് ദ എക്സാമ്പിൾ. നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുന്നത് ഇങ്ങനെയായിരിക്കും: ഒപ്റ്റിമൈസ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സോ ആൻഡ് സോ ബേസ്ഡ് ഓൺ ദ കൺസ്ട്രെയിൻസ്. അതേ x1 x2 വേരിയബിൾസ് അത് വെച്ചിട്ട് ഒരു z എന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരുന്നു. x1 x2 വേരിയബിൾസിൽ കുറച്ച് കൺസ്ട്രെയിൻസോ കണ്ടീഷൻസും കൂടി നമ്മളിവിടെ വെച്ചിട്ടുണ്ട്, റൈറ്റ്? ഇനി ആൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഡിഫൈൻസ് ദ ക്വാണ്ടിറ്റി ടു ബി ഒപ്റ്റിമൈസ്ഡ്. ഇവിടെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യേണ്ട ക്വാണ്ടിറ്റിയാണ് z. ആ z ഫാക്ടർ നമുക്ക് ഒരു ഒപ്റ്റിമൈസേഷൻ വാല്യൂയിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ അതിനൊരു വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അതിനുള്ള ഒരു കണ്ടീഷൻസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലമാണ് ഈ കാണുന്നത് ആ എക്സാമ്പിളിൽ, റൈറ്റ്? ഇനി എന്താണ് ഗോൾ ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ്? ഇറ്റ് ഈസ് ടു ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ദ വേരിയബിൾസ് ദാറ്റ് മാക്സിമൈസ് ഓർ മിനിമൈസ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഈ മാക്സിമൈസേഷൻ ആൻഡ് മിനിമൈസേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ കൺസ്ട്രെയിൻസ് ദാറ്റ് ഈസ് ഗിവൺ. അതിൽ ലെസ് ദാൻ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിൻ്റെ മാക്സിമൈസിങ് ആൻഡ് മിനിമൈസിങ് കണ്ടീഷൻസ്. Actually, LPP is a real-life solution to many practical problems like process selection, product mix problem. Product mix എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഡസ്ട്രീസിൽ നമുക്ക് മാനുഫാക്ചറിങ് സെക്ടറിലൊക്കെ റോ മെറ്റീരിയൽസിൻ്റെ റേഷ്യോ, അപ്പോൾ ഇതെല്ലാം ആ ഒരു പ്രൊപ്പോർഷൻ കറക്റ്റാക്കി വെക്കാൻ വേണ്ടി ദാറ്റ് ഈസ് എ പ്രോഡക്റ്റ് മിക്സ് പ്രോബ്ലം, റൈറ്റ്? പിന്നെ ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലം, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ്, അപ്പോൾ ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി LPP യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഇതിനെ എങ്ങനെ ഫ്രം സ്ക്രാച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് വിൽ ഗോ വിത്ത് മാത്തമാറ്റിക്കൽ മോഡൽ. മാത്തമാറ്റിക്കൽ മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഡിസ്ക്രിപ്റ്റീവ് ഇൻഫർമേഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ ക്ലയൻറ്റ് നമുക്ക് ഡിമാൻഡ്സ് തരുന്നത് പോലെ ഒരു സെറ്റ് ഓഫ് ഇൻഫർമേഷൻ, റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാകും. അതിനെ നമ്മളൊരു മാത്തമാറ്റിക്കൽ മോഡലിലേക്ക് മാറ്റിയെടുക്കുക, മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിച്ച് അതിനെ മാറ്റിയെടുക്കുക, അതിനെയാണ് മാത്തമാറ്റിക്കൽ മോഡൽ എന്ന് പറയുന്നത്. ഇത് മുഴുവൻ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു പോകുന്നതാണ്. ഓക്കെ, ദ ഹോൾ പ്രോസസ്സ്. ഫസ്റ്റ് ലെറ്റ് us
കൺസിഡർ എ പ്രോഡക്റ്റ് മിക്സ് പ്രോബ്ലം. പ്രോഡക്റ്റ് മിക്സ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എന്താണെന്ന്. അപ്പോൾ ആ ഒരു പ്രോബ്ലത്തിൽ എ ഫേം മാനുഫാക്ചേഴ്സ് 2 types ഓഫ് ബോക്സസ്, ടൈപ്പ് എ ആൻഡ് ടൈപ്പ് ബി. നിങ്ങൾക്ക് ആ ഒരു ടേബിൾ നോക്കാവുന്നതാണ്. ഓക്കെ, ടൈപ്പ് എയിലും ടൈപ്പ് ബിയിലും കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രോസസ്സിംഗ് ടൈം ഇൻ മിനിറ്റ്സ്, അതാണ് ഈ 3 minutes, 6 minutes, 8 minutes ഫോർ ടൈപ്പ് എ ബോക്സ് ആൻഡ് ഓൾസോ ടൈപ്പ് ബി ബോക്സിന് അതിൻ്റേതായ മിനിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഓൾസോ ഓരോ സെറ്റ് ഓഫ് ബോക്സസിനും എത്രയാണ് അവൈലബിൾ അവേഴ്സ്, ദാറ്റ് ഈസ് ഒരു ക്രിയേഷന് വേണ്ടിയിട്ടുള്ള എത്ര അവേഴ്സ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതും ഈ ഇൻഫർമേഷനും അവൈലബിൾ ആണ്. But the question is how many of A and B boxes are to be produced to get maximum contribution. ഈ ഒരു 60 minutesൽ എത്ര A and B boxes ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആദ്യം തന്നെ നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്ന് നോക്കാം. ഫോർ മാക്സിമൈസിങ് ക്യാപിറ്റൽ Z, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇസ് ക്യാപിറ്റൽ Z is equal to, ആ കോൺട്രിബ്യൂഷൻ നോക്കണേ. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗിവൺ ടൈമിൽ ദ റേഷ്യോ ബിറ്റ്വീൻ ടൈപ്പ് എ ആൻഡ് ടൈപ്പ് ബി ബോക്സസ് ആണ് ഈ 30p ആൻഡ് 20p കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 30x1 plus 20x2, right? And what is Z? Z represents the profit made from all these boxes, and 30 and 20 are the contribution of type A and type B boxes. Actually നേരത്തെ ഞാൻ ക്യാപിറ്റൽ Z the total number of boxes എന്നായിരുന്നു അല്ലേ പറഞ്ഞിരുന്നത്. ഇറ്റ്സ് ദ സെയിം. ദ നമ്പർ ഓഫ് ബോക്സസ് കൂടുന്നതനുസരിച്ച് പ്രോഫിറ്റ് കൂടുമല്ലോ. ആ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന പ്രോബ്ലമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് കുറച്ച് കൺസ്ട്രെയിൻസ് ആണ്. ഇപ്പോൾ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഒരു മുകളിലേക്ക് പോയിട്ട് ടേബിൾ നോക്കിയാൽ വെൽഡിങ്ങിന് 3 minutes and 3 minutes each for type A and type B boxes, and both together should remain or should give a value within 60 minutes, right? അപ്പോൾ 3x1 plus 3x2 should be less than equal to 60. നെക്സ്റ്റ് എന്തായിരിക്കും? 6x1 plus 2x2 should be less than equal to 60. 8x1 less than equal to 60. ഇങ്ങനെ ആയിരിക്കും 3 കൺസ്ട്രെയിൻസ് വരുന്നത്. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ ഫേസിലേക്ക് നമ്മൾ കടക്കുകയാണ്. 2-3 തരത്തിൽ ഇതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഫസ്റ്റ് വി ആർ ഗോയിങ് ത്രൂ ദ ഗ്രാഫിക്കൽ സൊല്യൂഷൻ. ഇപ്പോൾ ഗ്രാഫിക്കൽ സൊല്യൂഷനിൽ ചെയ്യുന്നത് ദ വേരിയബിൾസ് x1 ആൻഡ് x2, ഈ 2 വേരിയബിൾസിനെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു, റൈറ്റ്? x1 is plotted in the x-axis, y1 is plotted in the y-axis. ഇനി എന്താ ചെയ്യുന്നത്? ആ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻസ് ഉണ്ടല്ലോ, കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻസിൻ്റെ ലെസ് ദാൻ ഈക്വൽ ടു ഇനീക്വാളിറ്റി മാറ്റി ഈക്വാലിറ്റി ആക്കും. ആൻഡ് ദെൻ വി ഡ്രോ ലൈൻസ്. ഫൈൻ, ദാറ്റ് ഈസ് 3x1 plus 3x2 is equal to 60. ഈ ഒരു ലൈൻ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. പ്ലോട്ട് ചെയ്ത് അതിനെ വരയ്ക്കുന്നു. അതേപോലെ ബാക്കി 2 ലൈൻസ് വരച്ചതിന് ശേഷം നമ്മൾ കൺസ്ട്രെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നു. ദ ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്യുന്നു. ഇനീക്വാളിറ്റി ഗ്രാഫിക്കലി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് വി സ്റ്റാർട്ട് ഷെയ്ഡിങ് ദ റീജിയൻസ്, ആൻഡ് വിച്ച് എവർ റീജിയൻ കംസ് കോമൺ ടു ഓൾ 3 പോർഷൻസ്, ആ പോർഷൻ ആയിരിക്കും നമുക്ക് മാക്സിമൈസിങ് വാല്യൂ തരാൻ പോകുന്നത്. അതാണ് ഈ ഗ്രാഫിൽ കാണും. നമ്മൾ 3 ലൈനും പ്ലോട്ട് ചെയ്തതിന് ശേഷം ABCDO A. ഇപ്പോൾ ഈ ഒരു ക്വാഡ്രിലാറ്ററിൽ ഷെയ്ഡഡ് റീജിയൻ ഉണ്ട്, ദാറ്റ് ഈസ് കോമൺ ഷെയ്ഡഡ് റീജിയൻ. ആ പോർഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് കിട്ടിയല്ലോ, ABCD ആൻഡ് O. അപ്പോൾ ഈ പോയിൻറ്റ്സിലുള്ള വാല്യൂസ് x1 ആൻഡ് x2 വാല്യൂസ് ഇതിനെ എടുത്ത് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വാല്യൂസ് കണ്ടുപിടിക്കുന്നു. ജസ്റ്റ് ലുക്ക് അറ്റ് ദ എക്സാമ്പിൾ. അറ്റ് ദ പോയിൻറ്റ് O വി ഹാവ് ക്യാപിറ്റൽ സെഡിൻ്റെ വാല്യൂ. നമ്മൾ x1ൻ്റെയും x2ൻ്റെയും വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ വി ഗോട്ട് ദ വാല്യൂ 0. At A, B, C, D correspondingly the values are found out, and എവിടെയാണ് നമുക്ക് ഏറ്റവും മാക്സിമം വാല്യൂ കിട്ടിയെന്ന് നോക്കും. ഇവിടെ നമുക്ക് 450 ആണ് മാക്സിമം വാല്യൂ, റൈറ്റ്? ദാറ്റ് ഈസ് അറ്റ് B. അപ്പോൾ എന്തായി? ഫോർ എ മാക്സിമൈസിങ് പ്രോബ്ലം ഓർ മാക്സിമൈസേഷൻ പ്രോബ്ലം, ക്യാപിറ്റൽ Z is equal to ₹450 when x1 is equal to 5 and x2 is equal to 15. ബിക്കോസ് x1 ആൻഡ് x2 5ഉം 15ഉം ആയിരുന്നപ്പോഴാണ് ക്യാപിറ്റൽ സെഡിൻ്റെ വാല്യൂ മാക്സിമത്തിലിരുന്നത്.
റൈറ്റ്. ഇതേ പ്രോബ്ലത്തിന് നമുക്ക് മിനിമൈസേഷൻ വാല്യൂവും കണ്ടുപിടിക്കാൻ പറ്റും. ക്യാപിറ്റൽ Z നമുക്ക് പ്രോഫിറ്റ് മിനിമം ആക്കാൻ കഴിയുന്നത് x1 7.5 x2 7.5 ആകുമ്പോഴായിരിക്കും. ഇതാണ് ഒരു തരത്തിലുള്ള സൊല്യൂഷൻ. ദിസ് ഈസ് ആക്ച്വലി എ സിമ്പിൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ അതിനെ ഹാൻഡിൽ ചെയ്യാനാണ് സിംപ്ലക്സ് ആൻഡ് ഡുവൽ സിംപ്ലക്സ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് ആകെ വന്നിട്ടുള്ളത് സിംപ്ലക്സ് മെത്തേഡ്സിൽ നിന്നാണ്. ഡുവൽ സിംപ്ലക്സ് ഇസ് ജസ്റ്റ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ദ സിംപ്ലക്സ് മെത്തേഡ്. നമുക്കത് എന്താണെന്ന് മുമ്പോട്ട് നോക്കാം. ഇനി നമ്മൾ സിംപ്ലക്സ് മെത്തേഡ് ആൻഡ് ദ ഡുവൽ മെത്തേഡ്സ് ഓഫ് സോൾവിങ് ആൻ LPP എന്നാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഇതാണ് നോക്കാൻ പോകുന്നത്. സിംപ്ലക്സ് പ്രോബ്ലം എന്നാൽ ദിസ് ഈസ് എ സൊല്യൂഷൻ ഫോർ കോംപ്ലക്സ് LP പ്രോബ്ലംസ്. ഗ്രാഫിക്കലി സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലംസ് ആണ് നമ്മൾ സിംപ്ലക്സ് മെത്തേഡ് ഓർ ഡുവൽ മെത്തേഡ് വെച്ചിട്ട് യൂസ് ചെയ്ത് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ സിംപ്ലക്സ് മെത്തേഡ് മാക്സിമൈസിങ് പ്രോബ്ലം ആണെങ്കിൽ ഡുവൽ മെത്തേഡ് ഇസ് ദ ഇൻവേഴ്സ് ഓഫ് ഇറ്റ്, ദാറ്റ് ഈസ് ഇറ്റ് വിൽ ബി ദ മിനിമൈസേഷൻ പ്രോബ്ലം. അത്രയേ ഉള്ളൂ ഇവിടെ വ്യത്യാസം. സിംപ്ലക്സ് മെത്തേഡ് മിനിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ ഡുവൽ മെത്തേഡ് വിൽ ബി മാക്സിമൈസേഷൻ പ്രോബ്ലം. റൈറ്റ്. ഇനി ഡുവൽ മെത്തേഡിനെ ഡുവൽ എന്ന് പറയും. സിംപ്ലക്സ് മെത്തേഡിന് വേറൊരു പേരുണ്ട്, പ്രൈമൽ എന്നും പറയാം. ഓക്കെ, ഇതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് താഴെ കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് മാച്ച് ദ ഫോളോയിങ് രീതിയിലൊക്കെ ചോദിച്ചാൽ ഇതായിരിക്കും ഉപകാരപ്പെടുന്നത്. പ്രൈമലിൻ്റെ അടിയിൽ കോൺസ്റ്റൻസ് ആൻഡ് കൺസ്ട്രെയിൻസ്, ബിക്കോസ് കൺസ്ട്രെയിൻസിൽ കോൺസ്റ്റൻസ് കോഎഫിഷ്യൻസ് യൂസ് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റൻസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കോഎഫിഷ്യൻസ് ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ദീസ് ആർ ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. These are the common properties of primal and dual. ഇതല്ലാതെ inequality sign in constraints in the primal equations. ഡുവൽ വരുമ്പോഴത്തേക്ക് inequality signs are reversed because അവിടെ മാക്സിമൈസേഷൻ ആണെങ്കിൽ മിനിമൈസേഷൻ ആക്കി തീർക്കണം. റൈറ്റ്. അപ്പോൾ അവിടെ inequality signs റിവേഴ്സ് ചെയ്യും. പിന്നെ കൺസ്ട്രെയിൻസ് റോ കോഎഫിഷ്യൻസ് ഫോർ പ്രൈമൽ ആൻഡ് കൺസ്ട്രെയിൻസ് കോളം കോഎഫിഷ്യൻസ് ഫോർ ഡുവൽ. Because this method, that is the simplex method and dual method, they use a tabular format. അതിൽ നിന്നാണ് അവർ സൊല്യൂഷൻ കാണുന്നത്. അതിനൊരു മെത്തേഡുണ്ട്, അത് പറയാം. അതിനകത്ത് പ്രൈമൽ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ റോ കോഎഫിഷ്യൻസിനെ ആയിരിക്കും കൺസ്ട്രെയിൻസ് അപ്ലൈ ചെയ്യുന്നത്. മെത്തേഡ് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഡുവൽ ആകുമ്പോഴത്തേക്ക് കോളം വൈസ് ആയിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡ് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു പോകാം. The question is, solve the following LPP. Max Z is equal to 3x1 plus 4x2. ഇവിടെ ഇതൊരു മാക്സിമൈസേഷൻ പ്രോബ്ലമാണ്. ആൻഡ് certain conditions are given with less than equal to and greater than equal to constraints. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ മാക്സിമം പ്രോബ്ലം ഓർ മാക്സിമൈസിങ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം, ദാറ്റ് ഈസ് ദ മാക്സിമം പ്രോബ്ലത്തിനെ നമ്മൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കി തീർക്കണം. അതെങ്ങനെ ചെക്ക് ചെയ്യാം? ഓൾ വേരിയബിൾ ഷുഡ് ബി നോൺ നെഗറ്റീവ്. റൈറ്റ്. എല്ലാം പോസിറ്റീവ് ആയിരിക്കണം. ആൻഡ് ഓൾസോ എല്ലാ കൺസ്ട്രെയിൻസും അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ പോസിറ്റീവ് കോൺസ്റ്റൻറ്റ് ഇതിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. റൈറ്റ്. ആ സ്റ്റാൻഡേർഡ് ഫോമിലാണോ എന്ന് നോക്കും. സ്റ്റാൻഡേർഡ് ഫോമിലാണ്. പിന്നെ x1 greater than equal to 0, x2 greater than equal to 0. Why is that? Because we have to make it a positive constant, right? It is not a constraint. It is x1 simply greater than equal to 0 and x2 is also greater than equal to 0. 0 മുതൽ ഏതെങ്കിലും പോസിറ്റീവ് നമ്പർ ആകാമെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. So in this case, if we analyze, the problem is in the standard form. Next നമ്മൾ ചെയ്യേണ്ടതാണ്, we have to introduce a slack variable. What is a slack variable? സ്ലാക്ക് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇതൊരു ലീനിയർ എക്സ്പ്രഷൻ അല്ലേ, വിത്ത് കൺസ്ട്രെയിൻസ്. ദാറ്റ് ഈസ് ഇനീക്വാളിറ്റി യൂസ് ചെയ്തുള്ള ലീനിയർ എക്സ്പ്രഷൻ ആയതുകൊണ്ട് എക്സാമ്പിൾ നോക്കാം. ആ ഒരു എക്സാമ്പിളിൽ 2x1 plus 4x2 is less than equal to 120. That means some value, if we add it to the 2x1 plus 4x2, ആ ഒരു LHSൽ എന്തെങ്കിലും ഒരു വാല്യൂ ആഡ് ചെയ്താൽ this inequality will become an equality expression. Right. 2x1 plus 4x2 plus s1. Let s1 be the slack variable of the first expression. So plus s1 will become equal to 120. അതേപോലെ 2x1 plus 2x2 plus s2 becomes equal to 80.
അപ്പോൾ ആ ഒരു ലെസ് ദാൻ എന്നുള്ള ഇനീക്വാളിറ്റി അവിടെ മാറ്റാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് ഓർ വേരിയബിൾസ് ആണ് സ്ലാക്ക് വേരിയബിൾസ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നതാണ് ഇതിനെ ഒരു ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതും. ഏതാണ്? നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആൻഡ് ദ കൺസ്ട്രെയിൻസ്, ഓൾ ഓഫ് ദീസ് ആർ റിട്ടൺ ഇൻ ടു ആൻ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഫോം. ഇവിടെ നമുക്ക് കാണാം കോളംസ് അതിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത് x1 വേരിയബിൾ, x2 വേരിയബിൾ, പിന്നെ സ്ലാക്ക് വേരിയബിൾസ് s1 ആൻഡ് s2, ഫൈനലി ദ z വാല്യൂ വിച്ച് ഇസ് ദ വേരിയബിൾ ടു ബി മാക്സിമൈസ്ഡ്. ആൻഡ് ദെൻ അവരുടെ ഇക്വാലിറ്റിയിൽ വന്ന വാല്യൂസാണ്. അപ്പോൾ ആദ്യം രണ്ട് കൺസ്ട്രെയിൻസിൻ്റെ വാല്യൂസ് എഴുതി. മെട്രിക്സ് ഫോമിൽ നമ്മൾ സാധാരണ ഇക്വേഷൻസ് എഴുതും പോലെ റെപ്രസെൻ്റ് ചെയ്യും പോലെ തന്നെയാണ്. ഫസ്റ്റ് 2 കൺസ്ട്രെയിൻസ് ആർ റിട്ടൺ. എന്നിട്ട് ഫൈനലി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വേരിയബിൾ വാല്യൂസാണ് ഏറ്റവും ലാസ്റ്റ് റോയിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ എയിമാണ് we have to find the values of x1, x2, z1 and z2 where the capital Z value becomes maximum. This augmented matrix അതിനെയാണ് the simplex table, initial simplex table എന്ന് പറയുന്നത്. നേരത്തെ എഴുതിയ ആ ഒരു മെട്രിക്സിനെ നമ്മളൊരു ടാബുലാർ ഫോമാറ്റിലേക്ക് എഴുതി എന്ന് കരുതുക. അപ്പോൾ സെഡിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വേരിയബിൾ വാല്യൂസ് എല്ലാം താഴെ അറ്റത്തായിട്ട് വരും. റൈറ്റ്? ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വേരിയബിൾസ് കണ്ടോ, അത് നെഗറ്റീവ് ഫോമാറ്റിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. നെഗറ്റീവ് വാല്യൂസ് ആക്കിയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ അത് നമ്മൾ ശ്രദ്ധിക്കണം. നെഗറ്റീവ് വാല്യൂസ്, കോഎഫിഷ്യൻസിൻ്റെ നെഗറ്റീവ്സ് ആണ് എടുത്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഡോട്ടഡ് ലൈനിന് താഴെയായിട്ട് അതിനെ കൺസിഡർ ചെയ്ത് എഴുതണം. സൊല്യൂഷൻ കണ്ടെത്താനുള്ള സ്റ്റെപ്സ് ഇതെല്ലാം ഇനി ഇരിക്കുന്ന പിവറ്റിംഗ് എന്ന പ്രോസസ്സിലാണ്. പിവറ്റിംഗ് എന്താണെന്ന് പറയും. അപ്പോൾ പിവറ്റിംഗ് എന്ന പ്രോസസ്സ് ഈച്ച് ടൈം ഈച്ച് വേരിയബിൾ ഇസ് പിവറ്റഡ്. അതെന്താണെന്ന് നോക്കാം. പിവറ്റിംഗ് എന്നാൽ നമ്മളൊരു പിവറ്റ് എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു എലമെൻറ്റിനെ ചൂസ് ചെയ്യുന്നു മെട്രിക്സിൽ നിന്ന്. എന്നിട്ട് റോ ഓപ്പറേഷൻസൊക്കെ അപ്ലൈ ചെയ്തിട്ട് അതിനെ നമ്മൾ 1 ആക്കി തീർക്കുന്നു. പിവറ്റ് എലമെൻറ്റിനെ നമ്മൾ 1 ആക്കണം. ആൻഡ് അതേ കോളത്തിൽ വരുന്ന ആ ഒരു പിവറ്റ് എലമെൻറ്റ് വരുന്ന കോളത്തിൽ വരുന്ന മറ്റ് എൻട്രീസിനൊക്കെ 0 ആക്കി തീർക്കണം. ഇതാണ് പിവറ്റിംഗ് പ്രോസസ്സ്. ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സ് ആൻഡ് വൈ വേരിയബിൾസ്, ആ ഒരു വേരിയബിൾസിൻ്റെ വാല്യൂ കിട്ടുന്നത് സച്ച് ദാറ്റ് z becomes maximum. എപ്പോഴും പിവറ്റ് എലമെൻറ്റ് ചൂസ് ചെയ്യുന്നത് എക്സ് ഓർ വൈ ഓർ ദ വേരിയബിൾസ്, അതായത് നമ്മൾ z ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതാൻ യൂസ് ചെയ്ത വേരിയബിൾസ് ആയിരിക്കും. വേരിയബിൾസിൽ നിന്നായിരിക്കും നമ്മളൊരു പിവറ്റ് എലമെൻറ്റ് ചൂസ് ചെയ്യുന്നത് ഇൻ ദ മെട്രിക്സ്. ആ എലമെൻറ്റ് എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പിവറ്റ് കോളം സെലക്ട് ചെയ്യുന്നു, പിന്നെ പിവറ്റ് റോ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, നേരത്തെ നമ്മൾ മെട്രിക്സിൽ ശ്രദ്ധിച്ചായിരുന്നു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, അതിനെ നമുക്ക് ഒബ്ജക്റ്റീവ് റോ എന്ന് വിളിക്കാം. ആ ഒരു റോയിൽ എല്ലാ എൻട്രീസും നെഗറ്റീവ് ആയിരുന്നു അല്ലേ? ഇപ്പം ദ മോസ്റ്റ് നെഗറ്റീവ് എൻട്രി അതുള്ള കോളമാണ് ദ പിവറ്റ് കോളം. ഫൈൻ. ഇനി പിവറ്റ് റോ എങ്ങനെ ചൂസ് ചെയ്യാം? പിവറ്റ് റോ നമ്മൾ കൺസ്ട്രെയിൻസ് എഴുതിയ റോസില്ലേ, അതിൽ നിന്നൊരു റോ ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് പിവറ്റ് റോ ആയിട്ട്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഏത് കോളമാണോ നമ്മൾ സെലക്ട് ചെയ്തത്, പിവറ്റ് കോളം ഏതാണോ സെലക്ട് ചെയ്തത്, അതിലുള്ള വേരിയബിൾസിൻ്റെ വാല്യൂസ് നമ്മൾ എടുത്തിട്ട് ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഈക്വൽ ടു സൈനിന് അപ്പുറത്ത് വരുന്ന വാല്യൂസ് ഉണ്ടല്ലോ, ഈ കേസിൽ 120 ആൻഡ് 80 ആയിരുന്നു. അതിനെ രണ്ടിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. കറസ്പോണ്ടിങ് കോളം വാല്യൂസ് വെച്ചിട്ട് ആ ഫൈനൽ വാല്യൂസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ ഏത് റോയിലാണോ ദ ലീസ്റ്റ് വാല്യൂ വരുന്നത് ആ റോ ആയിരിക്കും ദ പിവറ്റ് റോ. അപ്പോൾ പിവറ്റ് റോ സെലക്ട് ചെയ്തു, പിവറ്റ് കോളം സെലക്ട് ചെയ്തു, ആ റോയിലും കോളത്തിലും ഇൻ്റർസെക്റ്റ് ചെയ്ത് വരുന്ന വാല്യൂ ആയിരിക്കും നമ്മുടെ പിവറ്റ് എലമെൻറ്റ്. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. ഈ എക്സാമ്പിളിൽ നോക്കിയേ. ആദ്യം നമ്മൾ ഒബ്ജക്റ്റീവ് റോ, അവിടെ ലീസ്റ്റ് നെഗറ്റീവ് വാല്യൂ വാസ് -4. ഇനി
-4 കറസ്പോണ്ടിങ് കോളം, ആ കോളത്തിൽ വരുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? x2 എന്ന വേരിയബിളിലെ 4 and 2 എന്ന് പറഞ്ഞ വാല്യൂസാണ് ഇൻ റോ 1 ആൻഡ് റോ 2 കറസ്പോണ്ടിങ്ലി. അപ്പോൾ ഫൈനൽ വാല്യൂസ് ദാറ്റ് ഈസ് 120 ആൻഡ് 80 നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. 120 ഡിവൈഡഡ് ബൈ ദ കറസ്പോണ്ടിങ് റോയിൽ വരുന്ന പിവറ്റ് കോളത്തിലുള്ള വാല്യൂ ദാറ്റ് ഈസ് ഡിവൈഡ് ബൈ 4 ആൻഡ് 80 ഡിവൈഡ് ബൈ 2 ചെയ്തു. നമുക്ക് വാല്യൂസ് കിട്ടി 30 ആൻഡ് 40. ഇതിൽ ഏറ്റവും ലീസ്റ്റ് ഏതാണ്? 30, റൈറ്റ്? അപ്പോൾ നമ്മൾ പിവറ്റ് റോ ആയിട്ട് സെലക്ട് ചെയ്യുന്നത് റോ 1 ആയിരിക്കും. ഇനി റോ 1ലും കോളം 2ലും ഇൻ്റർസെക്റ്റ് ചെയ്ത് വരുന്ന വാല്യൂ ആണ് 4. അപ്പോൾ നമ്മൾ അതിനെ സർക്കിൾ ചെയ്യുന്നു ടു ഷോ ഇറ്റ് ഈസ് ദ പിവറ്റ് എലമെൻറ്റ്. ഈ പ്രോസസ്സിൽ നെക്സ്റ്റ് ചെയ്യേണ്ടത് റോ ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ? റോ ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സിൽ ആ കോളത്തിലുള്ള എലമെൻറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് 0 ആകണം ആൻഡ് ദ പിവറ്റ് എലമെൻറ്റ് ഷുഡ് ടേൺ ടു 1. അപ്പം അതിനുള്ള റോ ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്യും. അതെങ്ങനെയാണ്? ഫസ്റ്റ് റോ 1ൽ പിവറ്റ് എലമെൻ്റ് ഇരിക്കുന്ന റോയിൽ പിവറ്റ് എലമെൻറ്റ് 1 ആകാൻ വേണ്ടി ദാറ്റ് റോ ക്യാൻ ബി കംപ്ലീറ്റ്ലി ഡിവൈഡഡ് ബൈ 4 അല്ലേ? അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന വാല്യൂസാണ് 1/2, 1. പിന്നെ സ്ലാക്ക് വേരിയബിൾസിൻ്റെ വാല്യൂ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് അവിടെ ബ്ലാങ്ക് ആയിട്ടിട്ടിരിക്കുന്നത്. ആൻഡ് S2, Z ദോസ് വർ 0 വാല്യൂസ്, therefore not affected. ഫൈനലി 120 ഡിവൈഡ് ബൈ 4 കൂടി ചെയ്യും. ഇനി ആ കോളത്തിലെ വാല്യൂസ്, പിവറ്റ് എലമെൻ്റ് ഇരിക്കുന്ന കോളത്തിലെ റെസ്റ്റ് ഓഫ് ദ വാല്യൂസ് 0 ആക്കാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന റോ ട്രാൻസ്ഫോർമേഷൻസ് ആണ് R2 - 2R1. ഫൈൻ. അപ്പോൾ R2 എന്തായി? R2 ഇസ് 2 - 2R1. നമ്മൾ ഫസ്റ്റ് റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്തപ്പോഴത്തേക്ക് ആ ഒരു പിവറ്റ് എലമെൻറ്റ് 1 ആയിരുന്നു, റൈറ്റ്? അപ്പോൾ -2 × 1 വരും അവിടെ. അത് കറസ്പോണ്ടിങ്ലി എല്ലാം കോളം വാല്യൂസ് നമ്മൾ മാറ്റി കൊടുത്തുകൊണ്ടിരിക്കും. ഫസ്റ്റ് വാല്യൂ നോക്കാം. 1 - അതായത് x1 കോളത്തിൽ നമ്മൾ R2 - 2R1 അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ 1 - 2 × 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 - 2 × 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 കിട്ടും. 2 - 1 = 1 കിട്ടും. നെക്സ്റ്റ് എലമെൻറ്റ് എടുക്കുമ്പോഴത്തേക്ക് 2 - 2 × 1. എന്തുകൊണ്ടാണ് അങ്ങനെ? നമ്മൾ ഡിവൈഡ് R1/4 ആ ഒരു റോ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് മെട്രിക്സിലാണ് നമ്മൾ പുതിയ റോ ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്യുന്നത്. ഇത് കറക്റ്റായിട്ടൊരു പേപ്പർ എടുത്ത് ചെയ്ത് നോക്കിയാലേ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാകുള്ളൂ. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യണം. നെക്സ്റ്റ് S1ൻ്റെ ന്യൂ മെട്രിക്സിലുള്ള വാല്യൂ റോ 2ൽ എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. R2 - 2R1 ആണല്ലോ. R2ൻ്റെ വാല്യൂ 0 ആയിരുന്നു. 0 - 2 × 1/4. ആ 1/4 S1ൻ്റെ ഫസ്റ്റ് റോ ട്രാൻസ്ഫോർമേഷൻ നമ്മളത് അവിടെ എഴുതിയിട്ടില്ല, പക്ഷേ അതിൻ്റെ വാല്യൂ 1/4 ആണ്. അതിട്ടപ്പോഴത്തേക്ക് അവിടെ -1/2 കിട്ടി. 2 × 1/4 is 1/2, റൈറ്റ്? അപ്പോൾ -1/2 കിട്ടി. കറസ്പോണ്ടിങ്ങിന് നമ്മളെല്ലാം അതേപോലെ കൺവേർട്ട് ചെയ്യുന്നു. അപ്പം നമുക്ക് ഫൈനലി x2 എന്ന കോളത്തിൽ പിവറ്റ് എലമെൻറ്റ് 1 ആയി റെസ്റ്റ് ഓഫ് ദ കോളം വാല്യൂസ് 0 ആയി കിട്ടി. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കഴിയുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ പ്രോസസ്സിനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം, റൈറ്റ്? നമുക്ക് സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ കിട്ടിക്കഴിഞ്ഞു. നേരത്തെ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ അവസാനം സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ കിട്ടിയായിരുന്നു. ഇനി അതിലേക്ക് വീണ്ടും പിവറ്റ് എലമെൻറ്റ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ പിവറ്റ് എലമെൻറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഏറ്റവും നെഗറ്റീവ് വാല്യൂ ചെക്ക് ചെയ്യുന്നു. ഒബ്ജക്റ്റീവ് റോയിൽ -1 അല്ലേ ഏറ്റവും നെഗറ്റീവ് വാല്യൂ. അപ്പോൾ അതാണ് പിവറ്റ് കോളം ആൻഡ് റോ 2 വിൽ ബി ദ പിവറ്റ് റോ. റോ 2 സെലക്ട് ചെയ്യുന്നത് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കണം, എന്നിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നിന്ന് പിവറ്റ് എലമെൻറ്റ് കിട്ടി. ദ സെയിം പ്രോസസ് ഇസ് അപ്ലൈഡ് സച്ച് ദാറ്റ് പിവറ്റ് എലമെൻറ്റ് 1 ആയി മാറും ആൻഡ് ദ കറസ്പോണ്ടിങ് കോളം വാല്യൂസ് എല്ലാം 0 ആയിട്ടിരിക്കും. സൊല്യൂഷൻ കാണാൻ വേണ്ടി ഇവിടെ അപ്ലൈ ചെയ്ത റോ ട്രാൻസ്ഫോർമേഷൻസ് ആയിരുന്നു R2 ഡിവൈഡിങ് R2/1. വൈ വാസ് ദാറ്റ്? പിവറ്റ് എലമെൻറ്റ് 1 ആക്കാൻ വേണ്ടി.
ആൻഡ് ദെൻ കോളംസ് കറസ്പോണ്ടിങ് കോളം വാല്യൂസ് 0 ആക്കാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്ത ഓപ്പറേഷൻസ് ആണ് റോ 1 ട്രാൻസ്ഫോർമേഷൻ വിച്ച് ഇസ് R1 മൈനസ് R2 ആൻഡ് റോ 3 ട്രാൻസ്ഫോർമേഷൻ വിച്ച് ഇസ് R3 പ്ലസ് R2. ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് ഫൈനലായിട്ട് കുറച്ച് വാല്യൂസ് കിട്ടി 20, 20 ആൻഡ് 140. വൈൽ റെസ്റ്റ് ഓഫ് ദ വാല്യൂസ് അതെല്ലാം നമുക്ക് സീറോസ് ആൻഡ് വൺസിൻ്റെ ഫോമാറ്റിൽ കിട്ടി. നമ്മളിവിടെ മോസ്റ്റ്ലി x1 ആൻഡ് x2യുടെ വാല്യൂസ് മാത്രം നോക്കിയാൽ മതി. സ്ലാക്ക് വേരിയബിൾസ് ആർ ഇറലവൻറ്റ് ഹിയർ ബട്ട് സ്റ്റിൽ വി യൂസ് ദം. ആ ഇക്വേഷൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ S1 S2 യൂസ് ചെയ്തത്. പക്ഷേ നമ്മൾ ഫൈനൽ സൊല്യൂഷൻ എടുക്കുമ്പോൾ അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയാം. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒബ്ജക്റ്റീവ് റോയിൽ ദർ ആർ നോ മോർ നെഗറ്റീവ് എൻട്രീസ്, റൈറ്റ്? അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമുക്ക് സ്റ്റെപ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ആൻഡ് ദെൻ വി ക്യാൻ റൈറ്റ് ദ ഫൈനൽ സൊല്യൂഷൻ ആസ് z will be maximum at z is equal to 140. That will occur at x1 is equal to 20 and x2 is equal to 20. മെട്രിക്സിൽ നിന്ന് നമുക്കത് വായിച്ചെടുക്കാം. x1 1 ആകുന്നത് റോ 2യിലാണ്. അപ്പോൾ റോ 2യിലുള്ള വാല്യൂ ആയിരിക്കും x1ൻ്റേത്. x2ന് വാല്യൂ 1 വരുന്നത് റോ 1ലല്ലേ, അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ആയിരിക്കും x2ൻ്റേത്. സിമിലർലി z ൻ്റെ വാല്യൂ 1 വരുന്നത് റോ 3യിലാണ്. therefore z is equal to 140. hence the optimal solution is obtained. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഡുവൽ മെത്തേഡ് നമ്മൾ കണ്ടിട്ടില്ല, ക്വസ്റ്റ്യൻസ് വരുന്നത് കണ്ടിട്ടില്ല. ദിസ് ഇസ് മോസ്റ്റ്ലി ബിക്കോസ് ഡുവൽ സിംപ്ലക്സ് മെത്തേഡ് കുറച്ച് ടൈം കൺസ്യൂമിങ്, കുറച്ചല്ല നല്ല ടൈം കൺസ്യൂമിങ് ആണ്. അതുകൊണ്ടാണ് അതിൽ നിന്ന് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാത്തത്. ദാറ്റ്സ് വൈ വി ഹാവ് നോട്ട് ഇൻക്ലൂഡഡ് ഹിയർ. ബട്ട് അഥവാ തിയറി ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും വന്നാൽ അതിനെപ്പറ്റി മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡക്ഷനിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ടാബുലർ ഫോമാറ്റിൽ മാച്ചിങ് എന്ന രീതിയിൽ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഹിയർ വി ക്യാൻ വൈൻഡ് അപ്പ് വിത്ത് ദ സിംപ്ലക്സ് മെത്തേഡ് ആൻഡ് മൂവ് ഫോർവേഡ്. ഇനി അഗൈൻ ഒരു തിയറി പോർഷനാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ്. ദറ്റ് ഈസ് ഇൻ റിയൽ ലൈഫ് പ്രോബ്ലംസ് നമ്മൾ ഇതേപോലെ ഒരു ഒപ്റ്റിമൈസിങ് വാല്യൂ ഓർ മാക്സിമൈസിങ് വാല്യൂ, മിനിമൈസിങ് വാല്യൂ ഇതെല്ലാം കണ്ടുപിടിച്ചു. പക്ഷേ ഇതുകൊണ്ട് എന്താ ഗുണം? അത് അനലൈസ് ചെയ്യുന്ന ഒരു ഫേസാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ്. വി മേ സ്റ്റഡി ദ ചേഞ്ചസ് ഇൻ ദ ഒപ്റ്റിമം സൊല്യൂഷൻ വിത്ത് ചേഞ്ചസ് ഇൻ ദ പാരാമീറ്റേഴ്സ് ഓഫ് ദ പ്രോബ്ലം. x1 y1 ആ വാല്യൂസിനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് z-ൻ്റെ വാല്യൂ അനലൈസ് ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യുന്നത്? വി ക്യാൻ ചേഞ്ച് ദ കോഎഫിഷ്യൻസ് ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, coefficients of the variables in the objective function or the LHS of the constraints, പിന്നെ numbers on the RHS of the constraints. RHS less than equal to greater than equal to a വാല്യൂ കൊടുക്കില്ലേ, അവിടെ നമുക്ക് വാല്യൂ മാറ്റി കൊടുക്കാം. പിന്നെ പുതിയ വേരിയബിൾസ് സബ്ട്രാക്ട് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ കുറച്ചും കൂടി ഒപ്റ്റിമം ആയിട്ടുള്ള സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ കഴിയുമായിരിക്കും. ഈ ഒരു ഫേസിനെയാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ മാത്തമാറ്റിക്കൽ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നത് മുതൽ നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നു. പിന്നെ സെൻസിറ്റിവിറ്റി അനാലിസിസിലൂടെ നമുക്ക് ചിലപ്പം വേരിയബിൾസിനൊക്കെ മാറ്റം വരുത്താം. ആൻഡ് ദെൻ അഗെയിൻ വി റിപ്പീറ്റ് ദ സെയിം പ്രോസസ് ഓഫ് ഫൈൻഡിങ് സൊല്യൂഷൻസ്. ഇങ്ങനെ ഒരു ഐട്രേറ്റീവ് പ്രോസസ്സിലൂടെയാണ് നമുക്ക് ഏറ്റവും ഒപ്റ്റിമം ആയിട്ടുള്ള സൊല്യൂഷൻ ഒരു പ്രോബ്ലത്തിന് കണ്ടെത്താൻ കഴിയുന്നത്. ആൻഡ് വിത്ത് ദാറ്റ് വി ക്യാൻ വൈൻഡ് അപ്പ് ദിസ് ചാപ്റ്റർ ആൻഡ് ദിസ് യൂണിറ്റ് ബിക്കോസ് ദിസ് വാസ് ദ ലാസ്റ്റ് ചാപ്റ്റർ ഇൻ ദിസ് യൂണിറ്റ്. ആൻഡ് ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ബിക്കോസ് മോസ്റ്റ്ലി മാത്തമാറ്റിക്സിലും കമ്പ്യൂട്ടർ സയൻസിലും എല്ലാം ബേസിക്സ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒരു 7 to 8 ക്വസ്റ്റ്യൻസ് എങ്കിലും ഈ ഒരു യൂണിറ്റിൽ നിന്ന് എല്ലാ വർഷവും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പം നമ്മളിത് നന്നായിട്ട് പഠിച്ചാൽ, നമ്മൾ ക്വസ്റ്റ്യൻസൊക്കെ സോൾവ് ചെയ്ത് പഠിച്ചാൽ ആ ഒരു സ്പീഡും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ വളരെ സിമ്പിളായിരിക്കും. സോ എനിവേസ് താങ്ക് യു and all the best. We'll see in the next class. Okay, so bye for now.